പാഠം 570 ചക്കിന് വച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് വൃദ്ധ കൊല്ലപ്പെട്ടു. മരുമകളുമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന വൃദ്ധയെ മരുമകൾ ഗുണ്ടകളെ വിട്ട് കൊലപ്പെടുത്തി. മരുമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊള്ളാം, സ്വന്തം അമ്മായിയമ്മയെ കൊല്ലാൻ ഗുണ്ടകൾ ഏർപ്പാടാക്കുന്ന മരുമകൾ. എന്താണ് സാറേ രാവിലെ ഒരു ആത്മകഥം? പെണ്ണുങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ? ഈ വാർത്ത വായിച്ചു നോക്ക്. വീട്ടിലെ വഴക്കിനെ തുടർന്ന് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ അമ്മയെ ഗുണ്ടകളെ വിട്ട് കൊലപ്പെടുത്തിയെന്ന്. അതും പെണ്ണുങ്ങൾക്ക് വിവരമില്ല എന്നുള്ള വാദമായിട്ട് എന്താ ബന്ധം? ഭാമേ, നമ്മുടെ നാട്ടിലെ സകല വീടുകളിലും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വഴക്ക് നടക്കാറുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്ന 2 പേർ തമ്മിൽ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വിവരമില്ലാത്തത് കൊണ്ട്. ഓ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വഴക്കുണ്ടാവുന്നത് ആർക്കെങ്കിലും വിവരമില്ലാത്തോണ്ടാണ്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതുവരെ ഏതെങ്കിലും അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും വഴക്കുണ്ടാവുന്നത് അമ്മായിയമ്മയും മരുമോളും തമ്മില. ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കാൻ അറിയാത്ത മരുമകളും മകന്റെ ഭാര്യയെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ അറിയാത്ത അമ്മായിയമ്മയും ഉണ്ടായിരിക്കുമ്പോ എങ്ങനെ വഴക്കുണ്ടാവാതിരിക്കും? മോഹനേട്ടാ, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്ക് സ്നേഹക്കുറവുകൊണ്ട് ഉണ്ടാവുന്നതല്ലോ. 2 വ്യക്തികളാകുമ്പോ 2 അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം നമുക്ക് വഴക്കെന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വഴക്കാളികൾ ഞാനും മോഹനേട്ടനും ആയിരിക്കില്ലേ? ഞാനല്ല, നീ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വെറുതെ വഴക്കുണ്ടാക്കുകയും തർക്കിക്കുകയും ചെയ്യുക എന്നുള്ളത് നിന്റെ സ്വഭാവമാണ്. നിനക്ക് ആ സ്വഭാവം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം നീ ഒരു പെണ്ണാണ്. വെറുതെ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല മോനേട്ടാ. സ്ഥിരമായി അടുത്തിടപഴകുന്ന 2 പേര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലെങ്കിലല്ലേ കുഴപ്പം. പിന്നെ അമ്മയും ഭാര്യയും തമ്മിലുള്ള വഴക്കിന്റെ കാര്യം പറഞ്ഞ് യോഗ്യന്മാരാകുന്ന ചില ആണുങ്ങളുണ്ട്. അവരാണ് ഈ കഥകൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറ്റം മുഴുവൻ പെണ്ണുങ്ങൾക്കും. ഈ പത്രത്തിൽ വായിച്ച ഒരു വാർത്തയെ പറ്റി ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ പറയുന്നു അതൊക്കെ ആണുങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെന്ന്. അപ്പൊ ഈ പത്രത്തിൽ കാണുന്നു. മോഹനേട്ടാ, ഈ പത്രം എടുത്തു നോക്കിയാൽ അതിൽ വേറെയും കൊലപാതകത്തിന്റെ വാർത്തകൾ കാണില്ലേ? അതൊന്നും ശ്രദ്ധിക്കാതെ ഈ അമ്മായിമ്മയും മരുമകളും പറ്റിയുള്ള വാർത്ത വായിച്ച് നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെ അധിക്ഷേപിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇറങ്ങിയിരിക്കല്ലേ മോഹനേട്ടൻ? ഇത് മോഹനേട്ടന്റെ മാത്രം കുറ്റമല്ല, നാട്ടിലെ സകല ആണുങ്ങളെ മനസ്സിലിപ്പിക്കുക. പെണ്ണുങ്ങളെ കളിയാക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഉപയോഗിക്കുക. നീ പറയുന്നത് കേട്ടാ ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയാണെന്ന് തോന്നുമല്ലോ. എന്റെ ഒരൊറ്റ ചോദ്യത്തിന് നീ ഉത്തരം പറയൂ. എന്തുകൊണ്ടാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കുന്നത്? ഇതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു വീട്ടിൽ സ്ഥിരമായി ഒരുമിച്ച് ജീവിക്കുന്ന 2 പേര് തമ്മിൽ പല കാര്യത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെങ്ങനെയാണ് മോഹനേട്ടൻ വഴക്കാവുന്നത്? അമ്മായിമ്മയും മരുമകളും 2 തലമുറയിൽ ജീവിക്കുന്ന ആളുകളല്ലേ. അതിന് വ്യത്യാസം അവർ തമ്മിൽ ഉണ്ടാവത്തില്ലേ? അത്രയേ ഉള്ളു കാര്യം. അത്രയല്ല ഉള്ളത്. സ്നേഹമുള്ള സ്ഥലങ്ങളിൽ ഒരു വഴക്കം ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് പരസ്പരം സ്നേഹിക്കാൻ അറിയില്ല, അതാണ് പ്രശ്നം. പിന്നെ കുടുംബ ബന്ധങ്ങളെ ബഹുമാനിക്കുകയും പരസ്പരം വിശ്വാസമുണ്ടായിരിക്കുകയും വേണം. അതും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടേയില്ല. വീട്ടിൽ ഭർത്താവ് എന്നൊരു മനുഷ്യനുണ്ടെന്ന കാര്യം പോലും ഓർക്കാതെ ഭർത്താവിന്റെ അമ്മയോട് വഴക്കുണ്ടാക്കുന്ന ഭാര്യയെ ചൂലുകൊണ്ടടിക്കണം. അതുപോലെ മകനെ പറ്റി ചിന്തിക്കാതെ മകന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കുന്ന അമ്മമാരെയും വെറുതെ വിടണം. നിങ്ങൾക്ക് ആദ്യം സ്നേഹത്തെ പറ്റി പഠിക്കണം. സ്നേഹത്തെ പറ്റി ഞാൻ പിന്നെ പഠിച്ചോളാം. മോഹനേട്ടൻ ഇപ്പൊ ആദ്യം പോയി ഫോൺ എടുക്കാം. മനസ്സില്ല? എനിക്ക് മനസ്സുണ്ട്. കാരണം ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ വിളിക്കുമ്പോൾ അതെടുക്കുക എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്ന മര്യാദ, അല്ലാതെ വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല. സ്നേഹമില്ലാത്ത വർഗം. ഹലോ, ബാലേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? ഒന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായി? ഇന്നലെ മിനിങ്ങാതെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ബാലേട്ടൻ വീട്ടിലില്ലാന്ന് പറഞ്ഞു. ബാലേട്ടൻ മൊബൈലിൽ ഞാൻ വിളിച്ചിരുന്നു, എടുത്തില്ല.
എന്താ പ്രശ്നം? ഇതിലൊന്നും വലിയ കാര്യമില്ല ബാലേട്ടാ. ഒരു വീടാവുമ്പോ അങ്ങനെയൊക്കെയല്ലേ. എല്ലാവരും ഒരുപോലെ ചിന്തിക്കാന്ന് പറഞ്ഞ് നടക്കോ? ഏട്ടൻ വേണ്ടേ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ? ഇങ്ങോട്ടോ? ഇന്നോ? ആ, എത്തിയോ? അതെന്തായാലും കൊള്ളാം. അപ്പൊ പിന്നെ ഏട്ടൻ വാ, ഞാൻ ഓഫീസിൽ എല്ലാന്ന് വിളിച്ച് പറഞ്ഞോളാം. ശരി. ബാലേട്ടനായിരുന്നു. ഇവിടെ ടൗണിൽ വന്നിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് വരുമെന്ന്. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നിന്റെ ഏട്ടൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂ. ഏട്ടന് സമയമില്ലാത്തോണ്ട് ഇങ്ങോട്ട് വരാതിരുന്നത്, അല്ലാതെ ഇഷ്ടമില്ലാത്തോണ്ടൊന്നും അല്ല. ഇപ്പൊ സമയമുണ്ടായല്ലോ. എന്താ സംഭവം? അമ്മയും ശാലിനിയടത്തും തമ്മിൽ എന്തോ ചെറിയ വഴക്ക്. ബാലേട്ടൻ മധ്യസ്ഥത പറഞ്ഞു മടുത്തുന്നു. ഇനി ഞാൻ ഇടപെട്ടാലും ശരിയാവത്തുള്ളൂന്ന്. എന്താണ് ഹാ ഹാ ഹാന്ന് ചിരിക്കാൻ? അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ്. അതിൽ കാര്യമൊന്നുമില്ല എന്ന് നീ ഇപ്പൊ പറഞ്ഞുള്ളൂ. നിന്റെ വീട്ടിൽ നിന്റെ അമ്മയും നിന്റെ നാത്തൂനും തമ്മിൽ അടിയായി കഴിഞ്ഞു. ആ തർക്കത്തിന് മധ്യസ്ഥത വഹിക്കാൻ നിന്നെ അന്വേഷിച്ച് നിന്റെ ഏട്ടൻ വരുന്നു. കൊള്ളാം. ഇതിന് ഇത്ര വലിയ ആവശ്യം കാണിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീടാവുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതങ്ങ് പറഞ്ഞു തീർക്കണം, അത്രയുള്ളൂ കാര്യം. ഈശ്വരനായിട്ടാ ഇപ്പൊ അവളുടെ ഏട്ടൻ ഇങ്ങോട്ട് അയച്ചത്. ഇത് വെറുതെ വിട്ട ശരിയാവില്ല. ഭാമേ, കുടുംബത്തിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് അങ്ങനെയല്ല, രണ്ടുപേർ തമ്മിലുള്ള സാധാരണ അഭിപ്രായ വ്യത്യാസം മാത്രമാണ് അത് എന്ന്. ഇപ്പോഴോ? ഇപ്പൊ എന്തുണ്ടായി? നിന്റെ അമ്മയും നിന്റെ ചേട്ടന്റെ ഭാര്യയും തമ്മിൽ ഒരു സാധാരണ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനാണോ നിന്റെ സഹായം ചോദിച്ചു നിന്റെ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നത്? നിന്റെ ഏട്ടൻ വിചാരിച്ചാൽ പോലും തീരാത്ത പ്രശ്നമുള്ളത് കൊണ്ടാണ് നിന്റെ ഏട്ടൻ നിന്റെ സഹായം ചോദിച്ചത്. അതിനർത്ഥം നിന്റെ അമ്മയും ശാലിനി ഏട്ടത്തെയും തമ്മിൽ ഭയങ്കരമായ വഴക്കാണെന്നാണ്. മോഹനേട്ടൻ ഇതിൽ ഇത്ര വാശി കാണിക്കണേ? എന്റെ അമ്മയും എന്റെ ഏട്ടനും ഏട്ടന്റെ ഭാര്യയെ ഉൾപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ ഞങ്ങൾക്ക് എന്താ അറിഞ്ഞൂടെ? ഓ, ഇത് ഒളിച്ചോട്ടം. നിന്റെ വീട്ടിൽ ഭയങ്കര വഴക്കാണ് എന്ന് ഞാൻ അറിഞ്ഞപ്പോ പറയാൻ മറുപടി ഇല്ലാത്തത് കൊണ്ട് നീ ഒളിച്ചോടുകയാണ്. ഹലോ, ഞാൻ ഒളിച്ചോടിയതല്ല. ഇവിടെ മോഹനേട്ടന്റെ ഷർട്ട് തയ്ച്ചോണ്ടിരിക്കുക. ഷർട്ട് തയ്ക്കുന്ന എങ്ങനെയാണോ ഒളിച്ചോട്ടം ആവുന്നത്? വീണ്ടും ഒളിച്ചോട്ടം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായി നിന്റെ വീട്ടിൽ ചെന്ന അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് നിന്റെ അമ്മയും ശാലിനിയടത്തും തമ്മിൽ ഭയങ്കരമായ വഴക്കാണെന്ന്. അന്ന് രാത്രി ഞാൻ മുറ്റത്ത് കാറ്റുകൊണ്ടു നിന്നപ്പോ നിന്റെ അമ്മയും ശാലിനിയടത്തും തമ്മിൽ പിറ്റേ ദിവസത്തെ സദ്യയെ പറ്റി പറഞ്ഞങ്ങ് വഴക്ക് തുടങ്ങി. വഴക്കോ? എന്ത് വഴക്ക്? ഇറച്ചി മീനും വേണം എന്ന് ശാലിനി ചേട്ടത്തി. അത് വേണ്ട, പച്ചക്കറി മാത്രം മതി എന്ന് നിന്റെ അമ്മ. ഇതിനാണോ വഴക്കെന്ന് പറയണേ? ഒരു വീട്ടിലെ 2 സ്ത്രീകൾ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ള പേരില് 2 അഭിപ്രായം ഉണ്ടാവും. അതെങ്ങനെയാ വഴക്കാവുന്നു മോഹനേട്ടാ? മോഹനേട്ടാ, അതൊരു വീടാണ്, പട്ടാള ക്യാമ്പല്ല. മേലധികാരി പറയുന്ന അനുസരിക്കേണ്ട കീഴുദ്യോഗസ്ഥന്റെ ഗതികേട് ഒരു വീട്ടിലുണ്ടാവാൻ പാടില്ല. അതൊന്നുമല്ല കാര്യം. നിന്റെ ബാലേട്ടന് നട്ടല്ലില്ലാത്തതാണ് പ്രശ്നം. അമ്മയും ഭാര്യയും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ അതിലിടപെട്ട് തീരുമാനം ഉണ്ടാക്കേണ്ടത് ബാലേട്ടനാണ്. പക്ഷെ ബാലേട്ടൻ മിണ്ടൂല. കൊള്ളാം. അമ്മയും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒരാളുടെ പക്ഷം പിടിക്കുന്നതിനെയാണ് നട്ടല്ലേ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലേ ഞാൻ പറയും അത് നട്ടല്ലല്ല, വിവരക്കേടാണ് എന്ന്. മോഹനേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഞാനും മോഹനേട്ടനും വേറെയാണല്ലോ താമസം. അതുകൊണ്ട് ഞാനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കാനുള്ള ഒരു അവസരവും ഉണ്ടായില്ല. ഭാഗ്യവാൻ. നിന്നെപ്പോലൊരു ഭാര്യയുടെ കൂടെ കഴിയുന്നതിനെയാണോ ഭാഗ്യം എന്ന് പറയുന്നത്? ഞാൻ ഒരു മാന്യനായതുകൊണ്ടും കുടുംബ ബന്ധങ്ങളുടെ വിലയറിയാവുന്നത് കൊണ്ടും മാത്രമാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ഹലോ, അങ്ങനെ ഒരു ഔദാര്യം ഇനി വേണ്ട. എനിക്ക് മോഹനേട്ടന്റെ അത്രയും വിവരം കുടുംബ ബന്ധത്തെ പറ്റി ഇല്ല.
അതുകൊണ്ട് ഈ ഷർട്ട് തേക്കാൻ എനിക്ക് മനസ്സുമില്ല. എന്റെ ഷർട്ട് തേക്കാതിരുന്നാൽ ഉടനെ ഞാൻ പേടിച്ച് നീ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ഞാൻ സമ്മതിക്കും എന്ന് നിനക്കൊരു ധാരണയുണ്ട്. അത് വെറുതെയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നതിന് എനിക്ക് മോഹനേട്ടന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നീ പറഞ്ഞത് ഒന്നും ശരിയല്ല. നിന്റെ ഏട്ടത്തെയും നിന്റെ അമ്മയും തമ്മിലുള്ള വഴക്ക് കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടായതാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് സത്യം. സ്നേഹമുള്ളിടത്ത് എങ്ങനെ വഴക്കുണ്ടാവും ഭാമേ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയ്ക്ക് നീയും എന്റെ അമ്മയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ ഇവിടെ, അമ്മ നാട്ടിലുമല്ലേ, പിന്നെ എങ്ങനെ വഴക്കുണ്ടാകാനാണ്? അമ്മ പലവട്ടം ഇവിടെ വന്ന് ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴും വഴക്കുണ്ടായിട്ടില്ല. വല്ലപ്പോഴും കാണുമ്പോ വഴക്കുണ്ടാക്കാൻ എവിടെയാണ് മോഹനേട്ട നേരം? ശരി, നിന്റെ കാര്യം ഇവിടെ. എന്റെ കല്യാണത്തിന് 3 കൊല്ലം മുമ്പായിരുന്നു സേതുവേട്ടന്റെ കല്യാണം. ഗിരിജ ചേട്ടത്തെ വീട്ടിൽ വന്ന് കയറിയിട്ട് കൊല്ലം എത്രയായി? ഇതുവരെ അമ്മയും ഏട്ടത്തിയും തമ്മിൽ ഒരു പ്രശ്നമില്ല. ആർക്കറിയാം, നമ്മളവിടെ ഇല്ലല്ലോ. എന്തിനാ അവിടെ ഉണ്ടാവുന്നത്? വഴക്കുണ്ടായാൽ നമ്മൾ ഇവിടെ അറിയുമല്ലോ. ഭാമേ, എന്റെ അമ്മയ്ക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയാം. ഗിരിജേട്ടത്തിക്ക് അമ്മായി അമ്മയോട് എങ്ങനെ പെരുമാറണം എന്നും അറിയാം. അമ്മയെയും ഭാര്യയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്റെ സേതുവേട്ടനുണ്ട്. അപ്പൊ വഴക്കുണ്ടാവില്ല. നിന്റെ വീട്ടിലെ കാര്യം, അമ്മയ്ക്ക് ശാലിനിടത്തോടും ശാലിനിടത്തേക്ക് തിരിച്ചും സ്നേഹമില്ല. നിന്റെ ബാലേട്ടന് നട്ടല്ലുമില്ല. അവനെ വഴക്കുണ്ടാവിരിക്കൂ. ഉത്തമം വന്നു. ഞാൻ പറഞ്ഞ ശരിയാണോ എന്ന് ഉത്തമം പറയും. ഈ വില്ലേജ് ഓഫീസറിന്റെ നാട്ടുകാർ പിന്നെ നാണം കെടുത്തി അടങ്ങും. നമസ്കാരം സാർ. സാറേ, രാമൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. പോക്കുവരവ് അതിന്റെ സമയത്ത് കൃത്യമായി നടക്കും. അതിനു മുമ്പ് ഉത്തമൻ ഒരു കാര്യത്തിൽ ഉത്തമന്റെ അഭിപ്രായം പറയണം. ഒരു വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതെന്ത് ചോദ്യം സാറേ? അമ്മായിയമ്മയും മരുമോളും അല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് വഴക്കുണ്ടാവുമല്ലോ. എങ്ങനെ ഉണ്ടാകും? സ്നേഹമുള്ളിടത്ത് വഴക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? ഉത്തമ, ഈ നിൽക്കുന്ന ഭാമയുടെ അമ്മയും ചേട്ടന്റെ ഭാര്യയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. ഒടുവിൽ വഴക്കിലിടപെടാൻ ഭാമയെ വിളിക്കാൻ ഇവരുടെ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു. എങ്ങനെയുണ്ട്? ഉത്തമൻ അറിയാവുന്ന വീടുകളിലൊക്കെ ഈ പ്രശ്നമില്ലേ? അത് വഴക്കല്ലല്ലോ, ഒരു അഭിപ്രായ വ്യത്യാസം. ഒരിക്കലുമല്ല. കുടുംബ ബന്ധങ്ങൾ നന്നായിരിക്കുന്ന വീടുകളിൽ വഴക്കുണ്ടാവില്ല. പക്ഷേ നിനക്ക് കുടുംബ ബന്ധങ്ങളെ പറ്റി എന്തറിയാം? നീ ഒരു വയ്ക്കലല്ലേ? ഉത്തമ, എന്റെ അഭിപ്രായത്തിൽ പ്രശ്നം ഇവരുടെ ബാലേട്ടന്റെയാണ്. ഭാര്യയെയും അമ്മയെയും നിലക്കി നിർത്താനുള്ള ഇതെന്താണ്? നട്ടല് ആണുങ്ങൾക്കുണ്ടാവണം. മോഹനേട്ടൻ അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് കൊള്ള ഉത്തമ, ഇല്ലെങ്കിൽ കാണായിരുന്നു പൂരം. സാറേ 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 സാറേ, സത്യം പറയാലോ, ഈ അമ്മയും മരുമോളും തമ്മിൽ ചെറുതായിട്ടൊക്കെ തർക്കം ഉണ്ടാകുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. എല്ലാ വീട്ടിലും ഒന്ന് പറയല്ലേ ഉത്തമ. എന്റെ അമ്മ എത്രയോ ദിവസം ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. എന്നിട്ടും ഭാമയും അമ്മയും തമ്മിൽ ഇതുവരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്റെ ഏട്ടന്റെ ഭാര്യയും അമ്മയും കഴിഞ്ഞ 8 കൊല്ലമായി ഒരുമിച്ച് താമസിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതാണ് ഉത്തമ കാര്യം. ഇവരുടെ ബാലേട്ടന് സാമർഥ്യമില്ല. സാറേ സാറേ, ഈ പ്രശ്നം നിങ്ങൾ തമ്മിൽ തർക്കിച്ച് പരിഹരിക്കുന്നതാണ് നല്ലത്. ഞാനിത് ഇടപെട്ടാ ശരിയാവൂല. ഞാൻ പോകുന്നേ. പറയാ, വിളിക്കല്ലേ. മോഹനേട്ടന്റെ കയ്യിലിരിപ്പ് വെച്ച് ഈ ഷർട്ടും മുണ്ടൊന്നും തേച്ചു തരാൻ പാടില്ലാത്തതാണ്. പിന്നെ ഞാനൊരു പാവമായോണ്ടെല്ലാം പോട്ടെന്ന് വെച്ചു. അല്ല, ഞാൻ പറയുന്നതൊക്കെ കാര്യങ്ങളാണ് എന്ന് നിനക്ക് മനസ്സിലായി. അതാണ് സത്യം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. കുടുംബബന്ധങ്ങളെയും സ്നേഹത്തെയും കുറിച്ചൊന്നും അറിയാത്ത ഒരു സാധാ വക്കീലാണല്ലോ ഞാൻ. മോഹനേട്ടനാണെങ്കിൽ കുടുംബബന്ധത്തിൽ ഡോക്ടറേറ്റ് എടുത്തൊരു മഹാനും. ഞാൻ തോറ്റു, മതിയല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്.
ഏട്ടൻ വരുമ്പോ ഈ കുടുംബബന്ധത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ നാണം കെടുത്തരുത്. അപ്പൊ അതാണ് കാര്യം. നിന്റെ ബാലേട്ടൻ വരുമ്പോ ഞാൻ ബാലേട്ടന് നട്ടലില്ല എന്ന സത്യം പറയുമെന്നുള്ള പേടി കൊണ്ടാണ് നീ എന്റെ ഈ ഷർട്ട് മുണ്ടും തേച്ചത്. എന്നെ ഇങ്ങനെ സോപ്പിട്ടില്ലെങ്കിൽ നിന്റെ ബാലേട്ടൻ എന്റെ മുമ്പിൽ നാണം കെടും എന്ന് എനിക്കറിയാം. അതുകൊണ്ടൊന്നുമല്ല, മോഹനേട്ടന് വട്ടാണ് എന്ന് ബാലേട്ടന് പണ്ടേ ഒരു സംശയം ഇല്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു നോക്കിയിട്ടുള്ളതാ. നേരത്തെ പറഞ്ഞ പോലത്തെ വർത്താനമാണ് മോഹനേട്ടൻ പറയാൻ പോകുന്നതെങ്കിൽ മോഹനേട്ടന് ഭ്രാന്താണോ എന്നുള്ള കാര്യം ബാലേട്ടൻ ഉറപ്പാവും. വന്നു ചെല്ല്. ഇന്നത്തോടെ അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കും. ആഹാ, ഇതെന്താ ഏട്ടൻ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, അകത്തേക്ക് ഇരിക്കാം. ഇവിടെ എന്തോ കൃഷിയൊക്കെ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ഒന്നും ആയില്ലേ? ഓ, അത് പറഞ്ഞെന്നുള്ളത് നേരാ. പക്ഷെ സമയം കിട്ടണ്ടേ ഏട്ടാ. എനിക്ക് മോഹനേട്ടന് ആഴ്ചയിൽ ആകെ കിട്ടുന്നത് ഒരു ഞായറാഴ്ചയാ. ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മോനുഷ്ണല്ലേ? ആ ഉണ്ട്, ഓഫീസിൽ പോകാൻ റെഡിയാവുക. ഏട്ടൻ വാ, ഞാനൊരു ചായ എടുക്കുമ്പോഴേക്കും മോഹനേട്ടൻ റെഡിയാവും. ചായ എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോഴേക്കും ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് നോക്കട്ടെ. ഭൂമി ഇങ്ങനെ വെറുതെ കിടന്നത് നല്ലതല്ല. എന്താ കൃഷി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മോഹനേട്ടാ, ഏട്ടൻ വന്നു. നിന്റെ മുഖത്തെ ഭയം ഞാൻ കാണുന്നു. ഞാൻ എന്തൊക്കെയാ നിന്റെ ഏട്ടനോട് പറയാൻ പോകുന്നത് എന്ന ഭയം. പേടിക്കണ്ട, ഒരുപാട് ഞാൻ പറയില്ല. ഏട്ടൻ വന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വന്നത് എന്റെ ഏട്ടനല്ല, പിന്നെ മോഹനേട്ടന്റെ ഏട്ടൻ, സേതു ഏട്ടൻ. സേതുടനോ? സേതുടൻ എന്താ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. സേതു ഏട്ടൻ പുറത്തുണ്ട്, പോയി ചോദിച്ചാൽ എന്താണെന്നറിയാം. ഞാൻ എന്തായാലും ഒരു ചായ എടുക്കട്ടെ. സേതുടൻ എന്തിനാ ഇപ്പൊ വന്നത്? സേതുട്ടാ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? നിന്നെ കാണാൻ വരെ എന്തിനാടാ മുന്നറിയിപ്പ്? 2 ദിവസമായി ഞാൻ ആലോചിക്കുന്നു ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. അവിടുത്തെ തിരക്ക് കാരണം പറ്റിയില്ല. എന്താ ഏട്ടാ, അമ്മയ്ക്ക് സുഖമല്ലേ? ആർക്കും ഒരു അസുഖമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. ഗിരിജയും അമ്മയും തമ്മിൽ പണ്ടേ ചില പ്രശ്നങ്ങളുണ്ട്. അത് നിനക്കറിയാലോ. പ്രശ്നം എന്ന് വെച്ചാ? അമ്മയമ്മയും മരുമകളല്ലേ, അല്ലറ ചില്ലറ വഴക്കുകൾ ഉണ്ടാവാതിരിക്കുവോ? പണ്ട് തൊട്ടേ ഞാനിതിൽ ഇടപെടാറില്ല. പക്ഷെ ഈ ഇടയായി കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം പതിവാ. ബാമ കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഗിരിജയും അമ്മയും തമ്മിൽ മിക്കവാറും വഴക്കാ, നിസാര കാര്യങ്ങൾക്ക്. അങ്ങനെ വലിയ വഴക്കൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസം. ഈ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു കാര്യത്തെ കുറിച്ച് 2 അഭിപ്രായം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇതിന് അഭിപ്രായ വ്യത്യാസം മാത്രം പറഞ്ഞാൽ പോരാ. എനിക്കാണെങ്കിൽ ആരുടെയെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ പറ്റുമോ? 2ൽ ആരുടെ പക്ഷം പിടിച്ചാലും അത് പ്രശ്നവും. അത് ശരിയാ. അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാവുമ്പോ പക്ഷം പിടിക്കുന്നത് നട്ടലിന്റെ ലക്ഷണമാണെന്ന് പലരും പറയും. പക്ഷെ അത് ശരിയല്ലല്ലോ. പണ്ടൊക്കെ വഴക്കുണ്ടാവുമായിരുന്നെങ്കിലും പെട്ടെന്ന് തീരുമായിരുന്നു. ഇപ്പം 3-4 സീരിയലുണ്ട്. എല്ലാറ്റിലും അമ്മായിമ്മ പോരും തമ്മി തല്ലും. ഒരെണ്ണത്തിൽ അമ്മായിമ്മ പാവം, മരുമകള് കുഴപ്പക്കാരി. ആ സീരിയൽ കാണുമ്പോ അമ്മ ഗിരിജയെ കളിയാക്കും. വേറൊരു സീരിയല് മരുമകള് പഞ്ചപാവം, അമ്മായിമ്മ കുഴപ്പക്കാരി. അത് കാണുമ്പോ ഗിരിജ അമ്മയുടെ വെക്കറ്റ് കയറും. മരുമകൾക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്ന അമ്മായിമ്മയും അമ്മായിമ്മയെ വണ്ടിയടിച്ചു കൊല്ലാൻ നോക്കുന്ന മരുമകളും. ഇതൊക്കെ ഏത് നാട്ടിലെ കാര്യമാവോ എന്തോ. ബാമ പറഞ്ഞ അമ്മ കേൾക്കും. നീ മരുമകളാണെങ്കിലും എന്നേക്കാൾ ഇവനേക്കാളും അമ്മയ്ക്കിഷ്ടം നിന്നെയാ. അതുകൊണ്ട് നീ അമ്മയോട് ഫോണിലൊന്ന് സംസാരിക്കണം. അല്ല, അത് ഞാൻ സംസാരിച്ചേ പറ്റൂ. നിനക്കാവുമ്പോ അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് കുടുംബ ബന്ധങ്ങളെ പറ്റി ഒന്നും ശരിക്കും അറിയില്ല.
ഞാനൊരു വക്കീലല്ലേ? നിനക്കറിയാവുന്നതുപോലെ കുടുംബ ബന്ധങ്ങളെ പറ്റി ആർക്കറിയാം പാമേ? നീ വിളിച്ചാ മതി. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ഒരു വഴിയേ ഉള്ളൂ. ഫോൺ ബെല്ലടിക്കുന്നു, ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ, അതെ. വിദ്യ, ഇതെന്താ രാവിലെ? അതെയോ? ശേ, എന്റെ പൊന്നു വിദ്യ, നമ്മൾ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അമ്മായിമ്മ മരുമോളാവുമ്പോ അല്ലറ ചില്ലറ വഴക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കില്ലേ? അതൊക്കെ തന്നെ മാറിക്കോളും. ശരി, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറ മീനാക്ഷിയുടെ. അമ്മായിമ്മയുമായിട്ട് പിണങ്ങി ഡൈവോഴ്സ് കേസ് കൊടുക്കാൻ വന്നിരിക്കുകയാണ് ഒരു മീനാക്ഷി. ഇത്രയും നിസ്സാര കാര്യത്തിനൊക്കെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാലോ? ഈ മീനാക്ഷിക്ക് കുടുംബ ബന്ധങ്ങളെ പറ്റി വലിയ പിടിപാടുണ്ടാവില്ല, അതാണ് പ്രശ്നം. അത് മാത്രമല്ല, മീനാക്ഷിയുടെ ഭർത്താവിന് നട്ടലിന് ബലവും പോരായിരിക്കും. ആണുങ്ങളായ അമ്മയും ഭാര്യയും നിലയ്ക്ക് നിർത്താനൊക്കെ പഠിക്കണ്ടേ? സേതുണ്ട് അവിടെ മോഹന. ആദ്യം നീ അമ്മയോട് സംസാരിക്കുക. ആരുടെ അമ്മയോട്? എന്റെ അമ്മയോട്. പറഞ്ഞില്ലേ? നീ പറഞ്ഞാലേ അമ്മ കേൾക്കൂ. പക്ഷേ എനിക്ക് കുടുംബ ബന്ധങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, സ്നേഹത്തെ പറ്റി അറിഞ്ഞൂടാ, എന്റെ വീട്ടുകാർക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നിന്നെ കൊണ്ട് അമ്മയോട് സംസാരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സേതുവിടെ നോക്കിയിരിക്ക. ശരി, സേതുവേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ പറയാം. അമ്മയോട് സംസാരിച്ച ചിലപ്പോ അമ്മ കേൾക്കുമായിരിക്കും. പക്ഷേ കുറച്ചു കഴിയുമ്പോ എന്റെ ഏട്ടൻ ഇവിടെ കയറി വരില്ലേ? അപ്പോഴോ? ഏട്ടൻ വരുമ്പോ എന്നെ ഏട്ടനെ നാണം കെടുത്താനാണല്ലോ മോഹനേട്ടന്റെ ആര് പറഞ്ഞു? നിന്റെ ഏട്ടൻ പറഞ്ഞാ എന്റെ ഏട്ടനല്ലേ, ഞാൻ അങ്ങനെ ചെയ്യോ? അയ്യടാ, സാറാള് കൊള്ളാലോ. നിന്നും ഇത്രയും വഴക്ക് പറയുന്നു. എന്റെ അമ്മയും ശാലിനി അടുത്തും തമ്മിലുള്ള വഴക്ക് തീർക്കാൻ മോഹനേട്ടൻ ഇടപെടുവോ? പിന്നില്ലേ. അല്ലെങ്കിൽ തന്നെ അതൊരു വഴക്കാണോ? എന്നാ രണ്ടു പേർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അത്രേ ഉള്ളൂ. വല്ലാത്തൊരു ചതിയായിപ്പോയി. സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ കാണാതെ മറ്റുള്ള വീട്ടിലെ കുഴപ്പങ്ങൾ പൊലിപ്പിച്ചു പറഞ്ഞ ആളാവുന്ന സകലർക്കും സംഭവിക്കാവുന്നതാണ് മോഹനകൃഷ്ണനും സംഭവിച്ചത്. സാരമില്ല, കാര്യങ്ങൾ സത്യഭാമ മാത്രമല്ലേ അറിഞ്ഞുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം. ഈ വിചിത്ര ദമ്പതികളുടെ കൂടുതൽ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.